ലാസ്റ്റ് മന്ത് ഞാൻ നമ്മുടെ ബാഹുബലി സെറ്റ് വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു, റാമോജി ഫിലിം സിറ്റിയിൽ. അവിടെ പോയപ്പോൾ ഇതുപോലൊക്കെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോഴേക്കും ഇതിൻ്റെ റിയൽ ഐറ്റംസ്. അപ്പോൾ അവിടെ കണ്ടത് റീൽ, ഇത് കണ്ടത് റിയൽ. അപ്പം ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ആൻഡ് ഈ സ്ഥലം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബേക്കൽ ഫോർട്ടാണ്. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് നാട്ടുകാർക്ക് 50 രൂപയും ഫോറിനേഴ്സിന് 300 റുപ്പീസും. ഓക്കെ, അതൊക്കെ കൊടുക്കുക. കയറുമ്പം തന്നെ ഒരു ടെമ്പിളുണ്ട് ഫോർട്ടിനോട് ചേർന്ന് തന്നെ. ആ ടെമ്പിളിൻ്റെ ലെഫ്റ്റിലോട്ട് കയറുമ്പോഴാണ് ഫോർട്ടിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ഇതുവഴി അങ്ങോട്ട് സ്ട്രൈറ്റ് പോകുമ്പം എൻട്രിയാണ്. അവിടെ കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബോർഡും പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഫൈനും കാര്യങ്ങളും അതൊക്കെ എഴുതി വെച്ചേക്കാണ് ആ ബോർഡിൽ. അതൊക്കെ നോക്കിയിട്ട് ഒരു വലിയ ഗേറ്റ് ഉണ്ട്, അവിടെ നമ്മളെടുത്ത് ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ ഇതിനകത്തെ വ്യൂസ് കാണാം അല്ലേ. കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോട്ടയാണ് ഈ ഒരു ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. ഇത് ഫുള്ള് പണിഞ്ഞേക്കുന്നതൊക്കെ കണ്ടാൽ മനസ്സിലാവും, വെട്ടുകല്ല് വെച്ചിട്ടാണ് ഇതിൻ്റെ ഭൂരിഭാഗം ഉണ്ടാക്കിയേക്കുന്നത്. ഇതതുപോലെ തന്നെ ഒരു 40 ഏക്കറുണ്ട് മൊത്തം ഈ വസ്തു. ഈ ഏരിയകളെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. 40 ഏക്കേഴ്സ് ഓഫ് ലാൻഡിങ്ങിനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ കോട്ട. ഓക്കെ, ഈ വീഡിയോ എടുക്കുന്നത് കറക്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെയാണ്. പക്ഷേ നല്ല ഒരു മഴക്കുറവുള്ളത് കൊണ്ട് തന്നെ വെയിലൊട്ടും ഇല്ലായിരുന്നു. പിന്നെ ഈ കണ്ടല്ലോ, ഇവിടെ കസാരകളൊക്കെ ഉണ്ട്, ഇരിക്കാം. ഉച്ചയേണ്ടധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് കുറച്ച് ഫാമിലിയൊക്കെ വരുന്നത്. പിന്നെ ഒരു മഴക്കാലം ആയതുകൊണ്ടും അധികം ടൂറിസ്റ്റുകളില്ലായിരുന്നു. ദൂരെ ഒരു സാധനം കണ്ടില്ല, അതാണ് നമ്മുടെ കോട്ടയിലെ നിരീക്ഷണ ഗോപുരം. ഈ യുദ്ധമൊക്കെ നടക്കുമ്പം നിരീക്ഷിക്കാനുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയിലെ കുതിരക്കുളം എന്നറിയപ്പെടുന്ന ഒരു ഐറ്റം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുതിരകൾക്കൊക്കെ യുദ്ധസമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ, അതുകൊണ്ടാണ് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി സ്ലോപ്പാക്കി വെച്ചേക്കുവാണ് ആ വെള്ളം കുടിക്കുന്ന ഏരിയ വരെ. ഇപ്പോൾ ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയെന്ന് തോന്നുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ. കണ്ട മുകളിൽ കണ്ടില്ല, സ്റ്റെപ്സ് ഉണ്ട്, അതുവഴി ഇറങ്ങി വരാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പിൽ ചെയ്തേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നിരീക്ഷണ ഗോപുരത്തിന്റെ മുകളിലേക്ക് നമുക്ക് പോവാം. ഇതാണ് പോകുന്ന വഴി. നല്ല സ്ലോപ്പിലാണ് പണിഞ്ഞു വെച്ചിരുന്നത്. കാര്യം നമുക്ക് ഈ വെപ്പൺസ് ഒക്കെ മുകളിലോട്ട് കൊണ്ടുവച്ചിട്ട് വേണ്ട പൊട്ടിക്കാൻ, അതിന് വേണ്ടിയാണ് സ്ലോപ്പിൽ പണിഞ്ഞേക്കുന്നത്. ഇതിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ നിരീക്ഷണവും നോക്കലും പരിപാടിയും സിനിമയിലൊക്കെ കാണത്തില്ലേ, അത് തന്നെ സംഭവം. ഇവിടെ താഴെ കണ്ടില്ലേ ഓരോ ബിൽഡിങ്ങുകളുടെ റിമൈൻസ് പോലെ കിടക്കുന്ന ഒരു ഫൗണ്ടേഷൻ പോലെ. അവിടെയൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നീട് നശിച്ചു പോയതാണ്. ഇവിടെ എല്ലാം കാണാം നമുക്കത്. ഈ കോട്ടയുടെ 3 സൈഡിലും കടലാണ്. ഒരൊറ്റ സൈഡിൽ മാത്രം ലാൻഡ് ഉള്ളൂ, നമ്മൾ കയറി വന്ന ആ സൈഡിൽ അവിടെ മാത്രം. ബാക്കി ഫുള്ളും കടലിനോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. ഇവിടെ താഴെ കണ്ടില്ലേ കുറേ ബിൽഡിങ്ങുകളുടെ ഒരു ഫൗണ്ടേഷൻ പോലെ കെട്ടിക്കിടത്തേക്കുന്നത്. അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളുടെ റിമൈൻസ് ആണ്. അതൊക്കെ കുറേ വർഷങ്ങളോട് ചീത്തയായി പോയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. അവിടെ കണ്ടില്ലേ, കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതായത് തന്നെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ബിൽഡിങ്സ് ആയിരുന്നു, എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ഇപ്പോഴും കീപ്പ് ചെയ്തേക്കുന്നത് ഫുള്ളി. ഈ കോട്ടയുടെ ഏത് ഭാഗത്ത് വന്നാലും പീക്കോക്കിന്റെ സൗണ്ടും പീക്കോക്സും ആണ് മൊത്തം. ആ കാട്ടിൽ മുഴുവൻ പീക്കോക്കാണ്. ഇത് കണ്ടില്ല, 1, 2, ഇനിയും കൊണ്ട് അടുത്ത ബാക്കിൽ വരും കേട്ടോ. ഇവിടെ എന്തോ ഒരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു തോന്നുന്നു. എൻ്റെ കണ്ടില്ലേ റിമൈൻസ് ഒക്കെ കിടക്കുന്നത്. ഇവിടെയും വേറൊരു നിരീക്ഷണ ഗോപുരമുണ്ട്, പക്ഷെ അത് പൊളിഞ്ഞ് കിടക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ എൻട്രി ഇല്ല, എല്ലാം എന്താ അടച്ചു വെച്ചേക്കാണ്. ഈ അമ്പലം പോലെ ഇരിക്കുന്ന ബിൽഡിംഗ് അമ്പലമൊന്നുമല്ല, ഇത് അവരുടെ ആയുധപ്പുരയാണ്. ഇവിടെ ആയിരുന്നു അവരുടെ ആയുധങ്ങളും എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് തകർക്കുന്നത്, കോട്ടയ്ക്ക് വേണ്ട ആവശ്യങ്ങൾക്കുള്ള. അത് നോക്കിയിട്ട് അത് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, ആയുധപ്പുരക്കകത്തോട്ട് കയറാൻ പറ്റില്ല, അവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെയും ഇത് ഞാൻ പറഞ്ഞില്ല 40 ഏക്കറുണ്ട്. അപ്പം ഇങ്ങനെ നടക്കാൻ കുറേ വഴികളുണ്ട്. അപ്പം അടുത്ത താഴോട്ടുള്ള വഴിയിലൂടെ നമ്മൾ പോവാണ്. ഈ കോട്ടയുടെ മതിലിനകത്തെല്ലാം ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടില്ലേ, കോട്ടയുടെ അകത്തുനിന്ന് കോട്ടയുടെ മതിലിന്റെ ഹൈറ്റ് നമുക്കതേ ഇത്രയും വരും. പുറത്ത് പോയി നിന്നിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 12 മീറ്ററോളം ഇതിന് ഹൈറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ഹോൾ ഉണ്ട്. ആക്ച്വലി ഇതിനകത്തുനിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് ഉണ്ടാക്കിയൊരു കോട്ടയാണ്.
പിന്നീടത് ടിപ്പു സുൽത്താനും അവരൊക്കെ ഏറ്റെടുത്തു. അങ്ങനെ മാറി മാറി വന്നു. പിന്നെ അവർ കുറേ റെനോവേഷൻ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഇത് നമ്മളെ അല്ലാതെ നടത്തിയ റെനോവേഷനാണ് തോന്നുന്നു. പണ്ട് കാലത്തല്ല, ലേറ്റസ്റ്റ് ആണ്. അതല്ലേ കാട് പിടിച്ച് കിടക്കുന്നത്. ഇതുവഴി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം. പക്ഷെ ബീച്ചിലോട്ടുള്ള എൻട്രി അവർ കൊടുത്തിട്ടില്ല. ഇപ്പം ഇത് കണ്ടില്ല, അത് നേരത്തെ പോലത്തെ ഒരു നിരീക്ഷണ ഗോപുരമാണ്. അത് അവിടെ ഹോളൊക്കെ ഉണ്ടല്ലോ, ഇതുവഴിയൊക്കെ ആയിരിക്കും വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവഴി താഴെ നടന്ന് നമുക്ക് ബീച്ച് വരെ എത്താം. ബട്ട് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാര്യം അവിടെ കല്ലൊക്കെ കുറച്ച് സ്ലിപ്പറി റോക്സും പരിപാടിയൊക്കെയാണ്. പക്ഷെ നല്ല ഫോട്ടോ പോയിന്റ് ഒക്കെയാണ്. താഴെ ചെന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരാൻ പറ്റിയൊരു സ്ഥലമാണ്. താഴെ വരെ പോയിട്ട് തിരിച്ചു കയറുന്ന ഓർത്തപ്പോൾ ഉള്ള മടി കാരണം ഞാൻ താഴോട്ട് പോയില്ല. എനിവേ, ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. എനിക്ക് തോന്നുന്നു കാസർഗോഡുള്ള ആൾക്കാർ ഒഴിച്ച് ബാക്കി നാട്ടിലുള്ള എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പം see you in the next one. Bye.